ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ മാറ്റി വെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അത് അതിനൊരു പാരഫെർനേലിയാണ്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിന്റെ ഒരു പാരഫെർനേലിയ, ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൻ പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനം എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിന്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറം ആണെങ്കിൽ പോലും ഇപ്പൊ തന്നെ സപ്പിളാണ്. അപ്പൊ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥല ലഭ്യത, അത് ഈ പറയുന്ന പാരാഫെർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ഇതിങ്ങനെ തന്നെയാണ് കാശ്മീരിൽ പോലും അവസാനം സംഭവിച്ചത്. കാശ്മീർ ഒരുപക്ഷെ അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടായി, ഒരു ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 3ഓ 4ഓ സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു, ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു. അതിലൊന്നിൽ അതിന്റെ പണി തുടങ്ങി, അവിടെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.